അപ്പോ ഇതൊരു തുടക്കം മാത്രമാണ് നമ്മുടെ ആഘോഷത്തിന്റെ. അല്ലെ ഇതൊന്നും പോരാ. വൈകുന്നേരം ആവട്ടെ. അമ്പിളിക്കുട്ടനെ കെട്ടിക്കണതിന്റെ ആഘോഷം ഇന്ന് വൈകുന്നേരം തുടങ്ങി നാളെ രാവിലെ ഒരു ആക്കിയ ബുദ്ധിമുട്ടുണ്ടാടേ. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇടുക്കി എങ്കിലും നിന്നെ സമ്മതിച്ചേട്ടാ. ഈ അമ്പിളിക്കുട്ടനെ നീ തറ പറ്റിച്ചേള. അവന്റെ രാഷ്ട്രീയ ഭാവിയും പോയി, രാഖിയും പോയി. രാഖിയോ? എന്താണ്? ഓ, അവന്റെ ഭാര്യയുടെ പേരാടാ രാഖി. എന്നാലും ഈ മീറ്റുവിന്റെ ഒരു പവറേളിയാ. അല്ല, നീ ആ രമണി എങ്ങനെ ചട്ടം കെട്ടി ഇവനെതിരെ മീറ്റൂല് കേസ് കൊടുക്കാൻ? സാറേ, ഈ ക്രിയേറ്റേഴ്സിന് തന്ത്രത്തിനേക്കാളും കൂടുതൽ കുതന്ത്രമാണ് അറിയാന്നുള്ളത് അറിയാലോ. എനിക്കറിയാം. അതൊക്കെ അതിന്റെ രീതിക്ക് ഞാൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് അവന്റെ രാഷ്ട്രീയ ഭാവി എന്നല്ല, അവന്റെ സകലതും ഇവിടുന്ന് കൂടുക എല്ലാം ഭാര്യ കെട്ടിയ അവനെ പോവാ. ഈ പീട്ടു വെച്ച് ഈ മീട്ടു വെച്ച് എന്റെ അമ്മായിപ്പനെ ഒന്ന് അകത്താക്കാൻ പറ്റുമോ? കുഴിയിലേക്ക് കാലും നട്ടിരിക്കുന്ന അയാൾക്ക് എന്തിനാടേ മീറ്റു? അല്ല, എന്താണ് ഇതിന്റെ പ്രശ്നം? അയാളെ കൊടുക്കാൻ ബാക്കി കാശ് എനിക്ക് തന്നില്ല. ഓ, അത് ശരി. എടാ, അയാളെ എങ്ങനെ നിന്നെ വിശ്വസിച്ച ഒരു പെണ്ണിനെ തന്നില്ല, നിന്റെ കൂടെ പിടിച്ചിറങ്ങി വിട്ടില്ല. അതിന് അയാൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം നീ കേട്ടാ. ഒരു മെഡൽ കൊടുക്കണം, മെഡല്. ആ, ഹലോ. ഓ ഓ താങ്ക് യു. എന്ത് ചെയ്യും, നമ്മള് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നല്ലേ പറ്റൂ. ആ, ഇതിപ്പോ തുടക്കം മാത്രമാണ്. ഇന്ന് വൈകുന്നേരം ഉള്ള എല്ലാ വാർത്താ ചാനലിലും അമ്പിളിക്കുട്ടനെതിരായിട്ടുള്ള പല ആരോപണങ്ങളും പുറത്ത് വരുന്നുണ്ട്. ആ ഓക്കെ. ഓ, പിന്നെ ഇത് നമുക്ക് നടന്ന കാര്യങ്ങൾ എങ്ങനെ ഇല്ല, അമ്പിളിക്കുട്ടൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു. ഇനി അവൻ്റെ ശിഷ്ട ജീവിതം വനവാസം. ആ, ഓക്കെ. താങ്ക് യു. അഭിനന്ദനം അമ്പിളിക്കുട്ടനെ കെട്ടിച്ചതിന്. ഇതിന് പാലില്ലേ? പാല് ഉണ്ട്, കുറച്ച് കഴിയട്ടെ. ഏട്ടന് രാവിലെ എഴുന്നേക്കുമ്പോ കട്ടൻ ചായ അല്ലേ ഇഷ്ടം? നിനക്ക് അതും മടിയാ, പാല് കാച്ചാൽ മടിയാ. ഇത് പാലിന് പ്രത്യേക രീതിയിലുണ്ട്, എന്നറിയാമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടുപേരും ചായ കുടിച്ചോണ്ടിരിക്കണ? ഇല്ല, കട്ടൻ്റെ. ആ, ശരി. പാലിന് വില കൂടുതലെന്നാണ് ജമന്തി പറയണത്. എവിടെ നിന്റെ അളിയൻ ക്ലീറ്റസ് മത്തായി? അളിയൻ ഉദിച്ചിട്ടില്ല ഇതുവരെ. ഓ, അതങ്ങനെ കിടക്കാം. 10 മണി കഴിയുമല്ലേ? വേറെ ജോലിയും കുലിക്കൊന്നും പോകണില്ല. നീ ഒന്ന് വിളിയാണ്. എന്തേ? അവനൊന്ന് വിളി. നീ നല്ല പത്രം കണ്ട? ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറിഞ്ഞല്ല? നീ ഒന്ന് വിളി, അവനൊന്ന് കാണട്ട്. ഞാൻ പിന്നെ വെറുതെ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച്. കാരണം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കുറച്ച് ലേറ്റായിട്ട് വരുന്നില്ലല്ലോ. അത്ര സമയം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. വിളി. എന്ത് മോൻ കടത്തുരുത്തിയല്ലേ? അമ്പളിക്കുട്ടൻ ചേട്ടാ, നിങ്ങളൊക്കെ എങ്ങനെ വിശ്വസിച്ച് കുടുംബത്തിൽ കയറ്റും അമ്പളിക്കുട്ടൻ ചേട്ടാ? ഇപ്പൊ അങ്ങനെ ആ മനുഷ്യന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. കുടിക്കാൻ തന്നെ വന്നത്. ക്ലീറ്റാ, ഞാൻ മാത്രമല്ല, കുറച്ച് പേര് ഇപ്പൊ ബാക്കിൽ നിന്ന് വരും. പൊന്നളിയാ, ആ തിരുമുഖം ഒന്ന് കാണിക്കേ. രാവിലെ കണി കണ്ടിട്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ. വീട്ടു മെമ്പർ എന്ത് പറയുന്നു? നന്ദിയുണ്ട് അളിയാ, നന്ദിയുണ്ട് കേട്ടാ. എന്നെ ഇത്രയും ഒരു പ്രസക്തിയിൽ എത്തിച്ചതിന് നന്ദിയുണ്ട്. അയ്യോ, മാനസികമായിട്ട് തകർന്നു തോന്നുന്നു. അല്ലേടേ, നിന്റെ പാർലമെന്ററി സ്ഥാനവും പോയി, മെമ്പർ സ്ഥാനവും പോയി, ഭാര്യ പിണങ്ങിയും പോയി. അതിന് നന്ദി പറയണതിന് ഒരു കാര്യമുണ്ട്. വേറൊന്നുകൊണ്ടല്ലോ, അതായത് ഇവിടെ പഞ്ചായത്ത് മാത്രമായിരുന്നു അമ്പിളിക്കുട്ടനെ നാളെ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ നാട് മുഴുവൻ അറിയാം. പത്രത്തില് ടിവിയിലൊക്കെ ഫുൾ ആളെ നിറഞ്ഞേക്കല്ലേ. എന്ത് വാർത്ത വന്നാലും ഇവർക്കൊക്കെ ഫേമസ് ആയാൽ മതി. പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെ നാറിയ പണികളൊന്നും ചെയ്യരുത്. അതേ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. നാറിയ പണി കാണിക്കരുത്. അവനല്ലേ കാണിച്ചത്? പോലീസ് വരുന്നുണ്ട് നിന്നെ പൊക്കാനായിട്ട്. അതിന് വീട്ടിൽ പെട്ടത് അവനല്ലേ, എന്നെ എന്തിനു പൊക്കാൻ പറഞ്ഞത്? ആ, കാര്യമുണ്ട്. ആ രമണിയുടെ വീട്ടിൽ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. രമണി തത്ത പറയും പോലെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. രമണി എന്തോന്ന് പറഞ്ഞു? രമണി എന്തോന്ന് പറഞ്ഞു? നേതാവ്, എന്റെ ലോൺ ഉടനെ ശരിയാവോ? അപ്പം നീ അത് നമ്മുടെ മെമ്പർ അമ്പിളിക്കുട്ടൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു വെച്ചേക്കല്ലേ? എന്നിട്ട് അമ്പിളി എന്താ പറഞ്ഞു? അത് സുജയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്പിളിക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാക്കി തരുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ പോയത് പറയാനെ കൊണ്ട് വിളിച്ചു പറഞ്ഞു. വിളിച്ചായിരുന്നു. വിളിച്ചു പറഞ്ഞപ്പോൾ പറയാണ്, സമയമുള്ളപ്പോൾ വന്നാൽ, വീട്ടിലോട്ട് വന്നാൽ ആരോടും പറയണ്ട, ലോൺ ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. അത് ശരിയാ. ഒരു നിമിഷം, ഒരു മെസ്സേജ് വന്നേ, അതൊന്ന് നോക്കട്ടെ.
എന്നിട്ട് മെമ്പർ അമ്പിളിക്കുട്ടൻ എന്ത് പറഞ്ഞു? സമയമുള്ളപ്പോൾ വീട്ടിലോട്ട് പോവാൻ, ആരോടും പറയണ്ട, സംഗതി ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. എന്റെ കാര്യത്തിൽ തീരുമാനമാവോ നേതാവേ? നിന്റെ കാര്യം തീരുമാനമാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ വേറെ ചിലരുടെ കാര്യമൊക്കെ ഏതാണ്ട് തീരുമാനമായ പോലെയാ. അല്ല, നീ മെമ്പർ അമ്പിളിക്കുട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ എല്ലാം ശരിയാക്കി തരും. മീറ്റു എന്താണെന്ന് പോലും അറിഞ്ഞൂടാ തവളെ പേരും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്ത ഇവന്റെ കാലാണ് ഞാൻ കഴി കുടിക്കേണ്ടത്. പറ. അറിഞ്ഞൂടെ? എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ കേൾപ്പിച്ചു കുറച്ച് പോഷൻ. അതെന്നറിയാമോ? അവള് പറഞ്ഞ് മാത്രം അവളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. കൊള്ളാൻ. ഇത് വേറൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്തതാണ് അവൻ. നിനക്ക് പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ട്, അവളെ വീട്ടുകാർ വരുന്നുണ്ട്. കൊണ്ട് എത്ര സൗകര്യം ഉണ്ടെന്നറിയാം അവക്ക്. എല്ലാവരും ഇപ്പൊ വരും. എന്തായാലും നീ എന്നെ തുലയ്ക്കാൻ വേണ്ടി ചെയ്താലും അതെനിക്ക് ഗുണമായി. എന്തായാലും ഇതോടുകൂടി എന്റെ പാർലമെന്റ് സ്ഥാനം ഉറപ്പിച്ചു. കറുപ്പ് ചെടി അളിയ എന്നെ കൂടെ ഒന്ന് പ്രശസ്തനാക്കളെ, എന്നെ കൂടെ മീറ്റ് ചേർക്കളെ. എന്നെ കൂടെ ചേർക്കളെ മീറ്റു. എവിടെ നിന്നാ അതിന്റെ ഈ കുഞ്ഞു ഐഡിയ?